ഒരു തീവ്ര മനോഭാവമുള്ള ഒരു ചെറിയ സെക്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവം. കേരളം എന്നാണ് ഞാൻ കേരളത്തിൽ മാത്രം. അല്ല, കേരളം അങ്ങനെ ഒരു എപ്പിസെന്റർ ആണ്. കേരളത്തിൽ അങ്ങനെ മനോഭാവമുള്ള ഒരു വലിയൊരു ചെറിയൊരു ശതമാനമുണ്ട്. എല്ലാവരും ഈ സമുദായത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സമുദായത്തിലുള്ള ഒരുപാട് പേർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും അനിൽ ആന്റണി പറഞ്ഞൊരു കാര്യം, കേരളം ജിഹാദികളുടെ സംസ്ഥാനമാണ് എന്നാണ്. റാഡിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ ഒരു എപ്പിസെന്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ആ വാദം, ആ അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്? ഒരു തീവ്ര മനോഭാവമുള്ള ഒരു ചെറിയ സെക്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു വാസ്തവം. കേരളം എന്നാണ് ഞാൻ കേരളത്തിൽ മാത്രം. അല്ല, കേരളം അങ്ങനെ ഒരു എപ്പിസെന്റർ ആണ്. കേരളത്തിൽ അങ്ങനെ മനോഭാവമുള്ള ഒരു വലിയൊരു ചെറിയൊരു ശതമാനമുണ്ട്. എല്ലാവരും ഈ സമുദായത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സമുദായത്തിലുള്ള ഒരുപാട് പേർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. വളരെ ബഹുമാനമുള്ളൊരു സമുദായമാണിത്. പക്ഷേ ചെറിയൊരു തീവ്ര മനോഭാവമുള്ള ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. കാര്യം, ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹമാസ് എന്ന ഒരു സംഘടനയുടെ ഒരു നേതാവ്, ഒരു മിഷൽ, ഇദ്ദേഹം ഇവിടെ വന്ന് ഓൺലൈനായിട്ടൊരു സമൂഹത്തിനോട് സംസാരിച്ചു. ഇതേ വ്യക്തി തന്നെ ഇവിടെ വന്ന് ഓൺലൈൻ സംസാരിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയക്കാരനെ മിഡിൽ ഈസ്റ്റിൽ വെച്ച് കണ്ടിരുന്നു. ആ സമയത്ത് കാശ്മീർ വിഷയത്തിന് പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു വ്യക്തിയാണ് ഇവിടെ വന്ന് ഓൺലൈൻ ഇവിടെ അഡ്രസ്സ് ചെയ്തത്. അങ്ങനെയുള്ളവർ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പാടില്ല. അതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാണ്. പക്ഷേ ഹമാസിനെയൊക്കെ ഇന്ത്യ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതെല്ലാം ടെക്നിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ നടന്നതൊരു തീവ്രവാദ ടെറർ അറ്റാക്ക് തന്നെ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ പ്രഖ്യാപിക്കാതെ എങ്ങനെ നമുക്ക് പറയുന്നത്? അതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ PFI എന്ന് പിന്നെ പുറകിൽ എഴുതി ഒരു വിഷയം ഉണ്ടായല്ലോ. ആ വിഷയത്തിൽ താങ്കളാണ് അത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്ന സംഗതി. അതൊരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് താങ്കൾ പറഞ്ഞു. അത് തെറ്റാണെന്ന് പിന്നീട് അതിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. താങ്കൾ അതിനെ കേരളത്തോട് മാപ്പ് പറയുന്നു? അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു. അത് സൈനികൻ അങ്ങനെ ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. അപ്പം ആദ്യം വന്നപ്പോൾ അത് അവർ തമാശയ്ക്ക് ചെയ്തതാണ്. ആദ്യം സൈനികനാണ്. മൈ ഫസ്റ്റ് തോട്ട്സ് വിൽ ഓൾവേസ് ബി വിത്ത് ദ സോൾജർ, ബട്ട് ദെൻ ഹി ഷുഡ് നോട്ട് ഹാവ് ഡൺ. അതിൽ വസ്തുതാപരമായി തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? അത് ശരിയായില്ലെന്ന് പിന്നെ വന്നല്ലോ. അത് ചെയ്ത് ശരിയായി. അത് ദേശീയ തലത്തിൽ ആ വിഷയം ഉയർന്നു വന്നപ്പോൾ താങ്കൾ കേരളത്തിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ആരോപണം വന്നിരുന്നു. കേരളത്തിന് ഒറ്റുകൊടുത്തതല്ല, ഞാൻ സൈനികന്റെ കൂടെ നിന്നു. പക്ഷെ ആ സൈനികൻ ചെയ്ത് ശരിയായില്ല. അതിനിപ്പോൾ കേരളത്തോട് മാപ്പ് പറയുന്നുണ്ട്. ആ സൈനികൻ ചെയ്ത് ശരിയായില്ല, അത് തെറ്റാണ്. പക്ഷേ ഇവിടെ റാഡിക്കൽ ഇസ്ലാമിസം വളരുന്നുണ്ട്. അത് വൈറ്റ് വാഷ് ചെയ്യാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. ദിസ് ഇസ് വൈ NIA വിൽ ബി മോർ ആൻഡ് മോർ ആക്റ്റീവ് ഹിയർ. എവറി PFI മോഡ്യൂൾ വിൽ ബി. അല്ല, ആ സംഭവം അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കണമല്ലോ. അല്ല, അതുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഇങ്ങനെ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ, ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി കേൾക്കും. ഒരു സൈനികൻ ഒരു കാര്യം ചെയ്തു, അത് ശരിയായ നടപടിയല്ല. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ബ്ലാസ്റ്റ് നടന്നു, അത് NIA അന്വേഷിക്കണം. അതുപോലെ ഒരു തീവ്രവാദി ഇവിടെ ഒന്ന് സംസാരിച്ചു, അത് നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കാര്യം കൂടി മാത്രം. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ സ്ത്രീകൾ ബസ് തടഞ്ഞ ഒരു സംഭവം, ആ വിഷ്വൽ വെച്ചിട്ട് അത് കേരളത്തിൽ ജിഹാദി വൽക്കരണത്തിൻ്റെ ഒരു ഇതാണെന്ന് താങ്കൾ പ്രചരിപ്പിച്ചു. അതിനെതിരെയും കേസുണ്ട്. അതും തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യം താങ്കൾ സമ്മതിക്കും? നിങ്ങൾ ഇവിടെ ഒരു അജണ്ട നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഞാൻ ഒറ്റ കാര്യം വെച്ച് നോക്കുന്നു. ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അനിൽ ആന്റണി, ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആ വീഡിയോ താങ്കൾ അത് കേരളത്തിൽ ജിഹാദികൾ വളരുന്നതിന്റെ സൂചനയായിട്ട്, ഇസ്ലാമിസ്റ്റുകൾ വളരുന്നതിന്റെ സൂചനയായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ആ വീഡിയോ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആയിട്ട്. അതിൽ താങ്കൾക്ക് തെറ്റുപറ്റിയോ? അതിൽ എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തു. താങ്കൾക്ക് തെറ്റുപറ്റിയോ? നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഒരു അജണ്ടയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അതായത് ഇവിടെ റാഡിക്കലൈസേഷൻ ഇല്ല, ഇവിടെ ജിഹാദികൾ ഇല്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. താങ്കളുടെ ആ വാദത്തെ അംഗീകരിക്കുന്നു, താങ്കളെ ബഹുമാനിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം, അന്ന് ആ സംഭവം ഇതുമായി ബന്ധപ്പെടുത്തിയത് ശരിയായോ തെറ്റായോ? 1-2 പ്രാവശ്യം വീഡിയോസ് വർ നോട്ട് ക്ലിയർ. And I have given my explanation, but still I stand by my word absolutely, and that is
കേരളത്തിൽ തീവ്രവാദ മനോഭാവമുള്ള ഒരു സമൂഹം വളരുന്നുണ്ട്. അതിനെതിരെ കേന്ദ്ര നേതൃത്വം എന്ത് വില അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാൻ നമ്മൾ സമ്മതിക്കില്ല. വി വിൽ നോട്ട് അലോ ലോ ആൻഡ് ഓർഡർ ടു ബി ടേക്കൺ ബൈ എനിബഡി. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പൂഞ്ഞാറിൽ അത് തെളിയിക്കുന്ന ഒരു സന്ദർഭം ഞാൻ പറയട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പൂഞ്ഞാറിൽ ഒരു വൈദികനെ ആക്രമിച്ചിരുന്നു. കേരള മുഖ്യമന്ത്രി തന്നെ അത് തെമ്മാടിത്തരമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇവിടെ അത് എല്ലാവരും വിഭാഗത്തിലും ഉൾപ്പെട്ട കുട്ടികൾ ഉൾപ്പെട്ട ഒരു കേസായിരുന്നു. വിഭാഗത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഉൾപ്പെട്ട ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഇസ് വൈ ഐ ആം സേയിങ് യു ആർ ട്രൈയിങ് ടു വൈറ്റ് വാഷ് വൺ സെക്ഷൻ വിച്ച് വിൽ നോട്ട് ഹാപ്പൻ ഹിയർ. അല്ല, അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ വിഭാഗവും ഉൾപ്പെട്ടതാണ്. അവിടെ നിന്നുള്ള ആളുകൾ എന്നോട് ക്രിസ്തീയ പുരോഹിതന്മാർ പറഞ്ഞു. നോ താങ്കൾ വളച്ചൊടിക്കുകയാണ് പിന്നെയും. യു ആർ misrepresenting facts. No, Anil Antony, I'm very sorry to make you to put you in trouble if I did. I am not at all in trouble because you are trying to whitewash radicalism in the state. I will never do that. Yes, But yes. ഒരൊറ്റ കാര്യം, പുറത്തിറങ്ങിയാൽ ജനങ്ങൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. All the best, Mr. Anil K. Antony. Thank you.